വീടുകളിൽ നിലവിളക്ക് തെളിക്കുമ്പോൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. സാമാന്യം ഉയരത്തിലുള്ള പീഠത്തിലോ അല്ലെങ്കിൽ ഒരു തളികയിലോ വെച്ചാണ് ഗൃഹങ്ങളിൽ നിലവിളക്ക് കൊളുത്തേണ്ടത്. നിലവിളക്ക്, ശംഖ്, മണി, ഗ്രന്ഥം എന്നിവയൊന്നും നിലത്തുവെക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. നിലവിളക്ക് എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ കൊളുത്താവൂ. നിലവിളക്കിന്റെ ഓരോ ഭാഗവും ഓരോ ദേവതാസങ്കല്പങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണുഭഗവാനെയും മുകൾ ഭാഗം മഹാദേവനെയും പ്രതിനിധീകരിക്കുന്നു. അതുപോലെ ദീപനാളവും അതിലെ ഘടകങ്ങളും ദേവിമാരെയും ദേവന്മാരെയും സൂചിപ്പിക്കുന്നു. നിലവിളക്കിന്റെ നാളം ലക്ഷ്മീദേവിയെയും, നാളത്തിന്റെ ചൂട് പാർവതീദേവിയെയും, പ്രകാശം സരസ്വതീദേവിയെയും, എണ്ണ മഹാവിഷ്ണുവിനെയും, വിളക്കിലെ തിരി ശിവനെയും സൂചിപ്പിക്കുന്നു. വിളക്കു കൊളുത്തുന്ന ദിശകൾക്ക് ഓരോ ഫലങ്ങളുണ്ടെന്നാണ് വിശ്വാസം. കിഴക്കോട്ട് തിരിഞ്ഞുനിന്ന് വിളക്ക് കൊളുത്തുന്നത് ദുഃഖങ്ങളില്ലാതാക്കും. പടിഞ്ഞാറോട്ട് തിരിഞ്ഞുനിന്ന് കൊളുത്തുന്നത് കടബാധ്യത തീർന്നുകിട്ടാൻ സഹായിക്കും. നിലവിളക്കിൽ 2 തിരികൾ ചേർത്ത് തൊഴുതു നിൽക്കുന്നതുപോലെ വേണം തിരിയിടാൻ. 2 തിരികൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമിട്ട് കൊളുത്തുന്നതിൽ തെറ്റില്ല. തിരികളുടെ എണ്ണമനുസരിച്ച് 5 തിരിയിട്ട ദീപം സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. 5 തിരിയിട്ട് കൊളുത്തുമ്പോൾ 4 ദിക്കുകളിലേക്കും 5ാമത്തെ തിരി വടക്ക് കിഴക്ക് ദിക്കിലേക്കും ഇടണം. 7 തിരിയിട്ട് കൊളുത്തുമ്പോൾ 4 തിരികൾ 4 ദിക്കിലേക്കും ബാക്കി 3 തിരികൾ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് എന്നീ ദിശകളിലേക്ക് ഇടാവുന്നതാണ്. ഗൃഹങ്ങളിൽ നിലവിളക്ക് തെളിക്കാൻ ശുദ്ധമായ വെളിച്ചെണ്ണ, എള്ളെണ്ണ എന്നിവ ഉപയോഗിക്കാം. നിലവിളക്ക് കൊളുത്തുമ്പോൾ കൊടിവിളക്ക് ഉപയോഗിച്ച് വേണം കൊളുത്താൻ. 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തുമ്പോൾ വടക്കുനിന്ന് ആരംഭിച്ച് പ്രദക്ഷിണമായി വിളക്ക് കൊളുത്തണം. എല്ലാ തിരികളും തെളിയിച്ച ശേഷം പ്രദക്ഷിണം പൂർത്തിയാക്കാതെ തിരിച്ചുവരികയാണ് വേണ്ടത്. അതിനുശേഷം കൊടിവിളക്ക് കെടുത്തിവെക്കണം. നെയ്വിളക്ക് കൊളുത്തുമ്പോൾ മറ്റ് എണ്ണകൾ ഉപയോഗിച്ച് കൊളുത്താൻ പാടില്ല. തിരിയിട്ട നെയ്വിളക്കിനു മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ആഗ്രഹസാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നിലവിളക്ക് കരിന്തിരിയായി കത്താൻ പാടില്ല. വിളക്ക് കൊളുത്തുമ്പോഴും അണയ്ക്കുമ്പോഴും പ്രത്യേക തരത്തിലുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഐശ്വര്യപ്രദായകമാണ്. വിളക്കിലെ തിരി പടർന്ന് കത്തുവാനോ, തെളിച്ചമില്ലാതെ മങ്ങി കത്തുവാനോ, പൊരികൾ പൊട്ടുവാനോ, ഇരട്ട ജ്വാലയിൽ കത്തുവാനോ, കാരണമില്ലാതെ കെടാനോ പാടില്ല. നിലവിളക്ക് തിരികെടുത്തുമ്പോഴും പ്രത്യേക ശ്രദ്ധ വേണം. തിരി പുറകിലോട്ട് ചായ്ച്ച് എണ്ണയിൽ മുക്കിയോ, അല്പം എണ്ണ കത്തി നിൽക്കുന്ന തിരിയിൽ വീഴ്ത്തിയോ, ഒരു പൂവുപയോഗിച്ചോ അണയ്ക്കാവുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ്. അതിനാൽ കാർത്തിക നക്ഷത്ര ദിവസം 5 തിരിയിട്ട് വിളക്ക് തെളിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് തെളിച്ച് നാമജപം ചെയ്യുന്നത് വീടിന് ഐശ്വര്യവർദ്ധനവും സമ്പദ്സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നതിന് വളരെ വിശേഷപ്പെട്ടതാണ്.